നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്ന് അരിയല്ലൂർ എന്ന ഒരു ദേശത്താണ്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 1962 ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, അതുപോലെ തന്നെ വിഷചികിത്സയും അതുപോലെ തന്നെ ത്വക്ക് രോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി മലപ്പുറം ജില്ലയിൽ ഈ ഒരു പ്രദേശത്ത് സ്ഥാപിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. അമൃത ആയുർവേദ വിശ്വവൈദ്യശാല. അമൃത ആയുർവേദ വിശ്വവൈദ്യശാലയും അതുപോലെ തന്നെ അമൃത ആയുർവേദിക്സ് പ്രൊഡക്ട്സിൻ്റെയും ഒക്കെ മാനേജിംഗ് ഡയറക്ടർ, കേരളത്തിനെ അറിയപ്പെടുന്ന ഒരു ത്വക്ക് രോഗ വിദഗ്ധൻ കൂടിയാണ്. അതുപോലെ തന്നെ അമൃത ആയുർവേദയുടെ ഇപ്പോഴുള്ള കാരണവർ. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു വരുന്നത് വിരുന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ധന്യമാക്കാൻ എത്തിയിരിക്കുന്ന വ്യക്തിത്വം അമൃത ആയുർവേദ വിശ്വവൈദ്യശാലയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സദാനന്ദൻ സാറാണ്. തീർച്ചയായിട്ടും അമൃത ആയുർവേദ ചികിത്സയും ആയുർവേദ വിശ്വവൈദ്യശാലയുടെ ചികിത്സയും പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീ സദാനന്ദൻ സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്തേ. സാർ, ആദ്യം തന്നെ ഏകദേശം 1962 സ്ഥാപിതമായിട്ടുള്ളതാണ് ഈ അമൃത എന്ന ഈ ഒരു സ്ഥാപനം. തീർച്ചയായിട്ടും താങ്കളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ചികിത്സാ മേഖലയുമായിട്ടാണ് താങ്കളുടെ പാരമ്പര്യമുണ്ട്. താങ്കൾക്ക് അതിൻ്റെ പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ താങ്കളുടെ മുൻ തലമുറകളെല്ലാം ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നതാണ്. താങ്കളുടെ ഓർമ്മയിലുള്ള ആ കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാമോ? എങ്ങനെയായിരുന്നു ആദ്യകാല ഓർമ്മകൾ? ആ ചികിത്സാ ജീവിത രീതികളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഒരു 1962 മുതൽ വിശ്വവൈദ്യശാല എന്ന പേരിലൊരു സ്ഥാപനം സർക്കാർ ഗ്രാൻറ്റോട് കൂടിയിട്ട് അച്ഛൻ തുടങ്ങി വെച്ചതാണ്. ഓക്കെ. ആ കാലത്ത് ധാരാളം ആളുകൾ ഇവിടെ കിടത്തി ചികിത്സ, ആ കാലത്ത് പൊതുവെ അന്നെല്ലാം മോഡേൺ മെഡിസിനിൽ അത്ര ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അന്നെല്ലാം പൊതുവെ വിഷവൈദ്യന്മാരെ തന്നെയാണ് ഈ കാര്യത്തിനായിട്ട് സമീപിച്ചിരുന്നത്. എൻ്റെ ചെറുപ്പത്തിലെല്ലാം ഇവിടെ ധാരാളം ആളുകൾ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. ആ കാലത്ത് പാമ്പ് കടിച്ച്, ഇപ്പം സാധാരണ ഈ അണലിയെല്ലാം കടിച്ചു കഴിഞ്ഞാൽ രോമകൂടത്തിൽ കൂടെ രക്തം വരും, തുപ്പുന്നത് രക്തമായിരിക്കും, മൂത്രമൊഴിക്കുന്ന രക്തമായിരിക്കും. അത്രയും ഗൗരവമായ കേസുകളെല്ലാം തന്നെ കിടത്തി ചികിത്സയിലൂടെ ഇവിടുന്ന് സുഖമായി പോയ ആളുകൾ ഇന്നും ഇവിടെ ജീവനോടുണ്ട്. അത് അന്നത്തെ കാലത്ത് അതുപോലെ തന്നെ ഈ പാമ്പുകളുടെ ഒക്കെ ശല്യം കൂടുതലും കൂടെ ആയിരുന്നല്ലോ. അതെ, ആ കാലത്ത് കൂടുതലാണ്. ഇന്നിപ്പം അതെല്ലാം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ കാലങ്ങളിൽ വിഷചികിത്സയ്ക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിന്റെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ആ ഒരു സമയത്ത് താങ്കളുടെ പിതാവാണ് ഈ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം 1962 കാലഘട്ടങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ഒരു 2024 എത്തിയപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ചികിത്സകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള രോഗികളാണ് അധികവും നമ്മളിലേക്ക് എത്തുന്നത്? ഇപ്പോഴും പാമ്പ് കടിയേറ്റിട്ട് പല ആളുകളും വരാറുണ്ട്. എങ്കിലും കൂടുതൽ ഗൗരവമായ കേസുകളൊന്നും ഞങ്ങൾ എടുക്കാറില്ല. എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അത് എന്തൊരു വിഷമുള്ള പാമ്പാണോ കടിച്ചത്, വിഷമില്ലാത്തതാണോ എന്നെല്ലാം തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്ക് വിഷജ്ഞന്മാർക്കാണ് കൂടുതലുള്ളത്. അതിന് പ്രത്യേകിച്ച് ഒരു ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഏത് ഇനമാണ് ഞങ്ങൾ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് ചികിത്സകൾ പല ഇത് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് ദൂരലക്ഷണം, ലക്ഷ്യാധികാരം അങ്ങനെ പല ഇതും പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ചിട്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും വിഷമുള്ളതാണോ. പിന്നെ ചെറുപ്പം മുതലേ ഞങ്ങളിത് കണ്ട് ശീലിക്കുന്നതാണല്ലോ. കടി കണ്ടിട്ട് കടിവായ കണ്ടാൽ അറിയാം. അങ്ങനെ പല ഇതുണ്ട്. ഈ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുമ്പോൾ, താങ്കളുടെ ചികിത്സാ ജീവിതത്തിൽ എടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു വലിയൊരു അപകടകരമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മളിലേക്ക് എത്തിയ പേഷ്യൻസിന് നമ്മളത് സക്സസ് ആക്കി വിട്ട എന്തെങ്കിലും കേസ് ഓർമ്മയുണ്ടോ? അപകടകരമായ ഇതെന്ന് പറഞ്ഞാൽ ചികിത്സ, അത് ചിലത് പാമ്പ് കടി എന്ന് പറഞ്ഞാൽ അത് പല കടിക്ക് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ചിലത് അത് ഞങ്ങൾക്ക് കണ്ടാൽ അറിയാം. പക്ഷേ ഇതുങ്ങൾ പ്രത്യേകിച്ച് അച്ഛനൊക്കെ വരുമ്പോഴേ പറയും ഇന്നതാണ്, വേഗം വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒന്നും മെഡിക്കൽ കോളേജിൽ എത്തൂല. അതായത് കടിക്ക് ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ മാറുന്നതാണോ പെട്ടെന്ന് സുഖപ്പെടുത്താവുന്നതാണോ അല്ലേ എന്നുള്ളത്. അതായത് പൊതുവേ ഇപ്പം 4 പല്ല് പാമ്പ് കടിച്ച 4 പല്ല് തട്ടുന്നവരുണ്ട്. അത് ഏത് പാമ്പാണെന്ന് നമുക്ക് മനസ്സിലാകും. അത് ഏത് പാമ്പായാലും, മൂർഖനായാലും ശരി, അണലിയായാലും ശരി, ഈ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന വകുപ്പായാലും ശരി, അത് 4 പല്ല് പതിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അപകടകരമാണ്. 4 പല്ല് പൊതുവെ
വിഷചികിത്സയിൽ തന്നെ പറയും, പല്ല് നാലും പതിഞ്ഞീടിൽ ജനനിക്കുണ്ടായി ഈടും കണ്ണുനീർന്നാണ്. പിന്നെ ആ പറ്റിയ ഉടനെ തന്നെ അവർക്ക് അവിടെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, വിഷമുള്ള പാമ്പ് കടിച്ച ഉടനെ തന്നെ വീക്കം ഉണ്ടാവും. വിഷമില്ലാത്തതാണെങ്കിൽ വിഷമില്ലാത്തതാണ്. പിന്നെ അതിനെ തരിപ്പ്, കിടച്ചിൽ, വേദന, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കും. ഈ പെട്ടെന്ന് അപകടത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ആ ഒരു ഇനം വിഷ പാമ്പുകൾ ഏതൊക്കെയാണ്? മൂർഖൻ, അണലി, വെള്ളിക്കെട്ടൻ. നമ്മുടെ മനുഷ്യ ശരീരം ഇതെല്ലാം 3 തരത്തിലാണ്: വാദം, പിത്തം, കഫം. അതിൽ മൂർഖ വിഭാഗം പെട്ടെന്ന് വാദം വർദ്ധിപ്പിക്കും, മണ്ഡലി വിഭാഗം പിത്തം വർദ്ധിപ്പിക്കും, വെള്ളിക്കെട്ടൻ അത് കഫം വർദ്ധിപ്പിക്കും. അങ്ങനെ 3 വിഭാഗം. കഫം വർദ്ധിപ്പിച്ച് നമ്മുടെ ശ്വാസം, അത് ശരീരം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ കഫത്തിൻ്റെ ശ്വാസതടസ്സങ്ങൾ ഉണ്ടാക്കും, സംസാരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരും വെള്ളിക്കെട്ടൻ കടിച്ചു കഴിഞ്ഞാൽ. അത് മൂർഖനും വരും, പക്ഷേ പെട്ടെന്ന് വ്യാപിക്കുക വെള്ളിക്കെട്ടനാണ്. നമ്മൾ ഈ ഒരു അവസരത്തിൽ ഈ വെള്ളിക്കെട്ടൻ്റെ മാതൃകയിൽ തന്നെയുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയുള്ള വേറൊരു പേരിൽ അറിയപ്പെടുന്ന വേറൊരു പാമ്പും കൂടി ഇല്ലേ? പക്ഷെ വിഷത്തിൻ്റെ നമ്മൾ അതിപ്പോൾ ഏത് പാമ്പെന്നില്ല, ചിലപ്പോൾ വെള്ളിക്കെട്ടൻ കടിച്ചാലും വിഷം ഉണ്ടായി വരില്ല. അത് നമ്മൾ പ്രത്യക്ഷ ലക്ഷണം നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കും. ഉടനെ അവിടെ ലക്ഷണം, അവിടെ പ്രത്യക്ഷ വികാരങ്ങൾ, പ്രത്യക്ഷ വികാരം ആ പറ്റിയ സ്ഥലത്ത് എന്താണ് അനുഭവപ്പെടുന്നത്, തരിപ്പ്, കടച്ചിൽ, വേദന, അത് മനസ്സിലാക്കിയിട്ട് പിന്നെ കടീൻ്റെ കടിച്ച സ്ഥലം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കടി എങ്ങനെയുള്ളതാണ്, എത്രത്തോളം ഗൗരവമുണ്ട് എന്നെല്ലാം നോക്കി മനസ്സിലാക്കാൻ പറ്റും. വിഷമില്ലാത്ത പാമ്പാണെങ്കിൽ അത് കടി വേഗം കണ്ടാൽ മനസ്സിലാവും. ഒന്നാമത് വിഷമുള്ള പാമ്പിന് വളരെ കറക്റ്റിലായിരിക്കും കടി വരുന്നത്. ഈ അകലം 1 ഇഞ്ച്, ആ 1 ഇഞ്ചിൽ മുകളിൽ 2 പല്ല്, താഴെ 2 പല്ല്, അങ്ങനെയാണെങ്കിൽ 4 പല്ല് പതിഞ്ഞു. അത് ചിലപ്പോൾ 1 പല്ലായിരിക്കും പതിഞ്ഞിട്ടുണ്ടാകുക. 1 പല്ലാണെങ്കിലും വിഷമുണ്ട്. 1 പല്ല് പതിഞ്ഞിട്ട് തന്നെ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് മരണം സംഭവിക്കുന്ന എത്രയോ കേസുകൾ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അത് 1 പല്ല് തട്ടിയാൽ ഇപ്പോൾ ചിലർ പറയും പാമ്പല്ല കഴിച്ചത്, അവർ മുള്ളു വെച്ചതാണെന്നൊക്കെ പറയും. പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റും, അത് പാമ്പാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതിപ്പോൾ അങ്ങനെ ഇവിടെ എത്ര അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ഞങ്ങളെ പറയും ഒരു കടിയാണെങ്കിലും ഉടനെ അത് ചില ലക്ഷണങ്ങൾ കോഴിക്കോളം പറയും. അതൊക്കെ പാമ്പല്ലല്ല, ഞങ്ങളൊന്നും കണ്ടില്ല, അവിടെ തിരഞ്ഞു നോക്കിയപ്പോൾ എന്നൊക്കെ അവർ പറയും. പക്ഷെ അത് കഴിയില്ല. അപ്പോൾ അത് കുറെ മുന്നേ ഒരു 10 വർഷം മുന്നേ, 15 വർഷമായിട്ട് ഇതേപോലെ ഒരു പാമ്പ് കടിച്ചിട്ട് പാർട്ടി വന്നു. അപ്പോൾ പറഞ്ഞ് ചേര വന്ന് കടിച്ചു. ഞാൻ വിറക് വാരുമ്പോൾ ഒരു ചേര ഓടി വന്ന് കടിച്ചു. ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്ന ഉടനെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞ് ചേരയില്ല, ഇത് നിങ്ങൾ വേഗം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. അയ്യോ ചേരയാണ് ഞാൻ കണ്ടതാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേരയല്ല കടിച്ചത്. ഉടനെ അപ്പം 2 സ്ത്രീകൾ ഒന്നിച്ച് വന്നത്, കൂടെ ആരുമില്ല. അങ്ങനെ ഇവിടെ വന്നു നോക്കി ഇവിടെ അടുത്തുള്ള അവരൊരു ബന്ധമാണ്. അവർ പോയി വണ്ടി വിളിച്ച്, ഇവിടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ അടുത്തുള്ള ആളെ അവരെ വണ്ടി വിളിച്ച് ഇല്ല ഫറോക്കിലെത്തിയപ്പോഴത്തേക്കും മരിച്ചു പോയി. കോഴിക്കോട് എത്തിയില്ല, മെഡിക്കൽ കോളേജ് എത്തിയില്ല. അതേപോലെ 4 കടിയാണ്, 4 പല്ല. നിസ്സാരമായിട്ട് കണ്ടതാണ്. അവർ പറയുന്നത് ചേരയാണ്. അപ്പോൾ പാമ്പ് കടിച്ചിട്ട് ചിലവർ ചേര കടിച്ചതെന്ന് പറയും, ചിലർ നീർക്കൊലി അടിച്ചിട്ട് പാമ്പാണ് ഞാൻ പത്തി വിരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടാണെന്നും പറയും. അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് കണ്ടാലറിയാം അത് പാമ്പാണോ വിഷമുള്ള പാമ്പാണോ അല്ലെന്നുള്ള ഞങ്ങൾക്ക് കണ്ടല്ലോ. അതാണ് നമ്മളുടെ ആ ഒരു അനുഭവം. അതാണ് നമ്മൾ പഠിച്ചു വന്നത് അങ്ങനെയാണ്. ഓക്കെ, നമ്മളിനി നമ്മളുടെ ത്വക്ക് സംബന്ധമായിട്ടുള്ള ചികിത്സാ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് സോറിയാസിസ് പോലുള്ള വളരെ പ്രശ്നങ്ങളായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയാണ്. എങ്ങനെയാണ് സോറിയാസ്, അതിൻ്റെ ഒരു ചികിത്സാ രീതി താങ്കളുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നത് എങ്ങനെയാണ്? സോറിയാസിസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഇവിടെ സോറിയാസിസ് മിക്കതും വളരെ പഴകിയ കേസുകളൊക്കെ അധികം വരും. 15 വർഷം 20 വർഷമായി എന്നൊക്കെ പറയും. സോറിയാസിസ് പൊതുവെ നമുക്ക് അതിൻ്റെ ആരംഭം തന്നെ മിക്കവാറും അതിൻ്റെ ആരംഭം ഒന്നുകിൽ ചെവിൻ്റെ താഴെ അല്ലെങ്കിൽ തലേൻ്റെ വേക്കുന്ന, അപ്പോൾ താരനാണെന്ന് പറയും ചിലവർ. പിന്നീട് അത് നെഞ്ച്, പൊക്കിള് അല്ലെങ്കിൽ കയ്യിൻ്റെ ഈ ഭാഗം, കാലിൻ്റെ ഈ ഭാഗം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അതിന് ഫസ്റ്റ് തന്നെ ഒരു ആരംഭം വരും. അത് ചിലത് ഇങ്ങനെ വളരെ സാവധാനം അങ്ങനെ നിൽക്കും, വല്ലാതെ വർദ്ധിക്കാതെ. ചിലത് പെട്ടെന്ന് വ്യാപനം നടക്കും. 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ശരീരം മൊത്തം വ്യാപിക്കുന്ന കേസുകളുണ്ട്. ഇതിനൊക്കെ തന്നെ ചികിത്സ വളരെ ലളിതമായ ചികിത്സയാണ് ഞങ്ങൾ ചെയ്യുന്നത്. വലിയ ചിലവില്ലാത്ത ചികിത്സയാണ്. ഏകദേശം 1 മാസത്തേക്ക് ഒരു 5000-6000 രൂപേൻ്റെ ചിലവ് വരുള്ളൂ.
അത് മിക്കതും ഒരു മാസം കൊണ്ട് 2 മാസം കൊണ്ട് തന്നെ സുഖപ്പെടുന്ന ആളുകളുണ്ട്. വളരെ അപൂർവം ചില ആളുകൾക്ക് ഒരു വർഷത്തോടൊക്കെ കഴിക്കേണ്ട ആവശ്യം ഉണ്ടാകും. എന്നാലും സുഖമാവുന്നുണ്ട്. ഈ ഒരു പ്രശ്നം, ഈ സോറിയാസിന്റെ ആ ഒരു രോഗം തുടങ്ങുന്നത് ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും വിഷസംബന്ധമായ പ്രശ്നം തന്നെയാണ്. ഭക്ഷണത്തിലുണ്ടാകുന്ന ഒന്നുകിൽ ബിരുദാഹാരങ്ങൾ എന്ന് പറയും, ബിരുദാഹാരങ്ങളെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും മെഡിസിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇതേപോലെ വല്ല അത് എത്ര അനുഭവമാണ്. ഈ അണലി കടിച്ച് വരുന്ന കേസുകളിൽ മിക്ക ആളുകൾക്കും സോറിയാസിന്റെ അതേ ലക്ഷണം കാണുന്നത്. അണലി കടിച്ച് മാറി വരുന്ന ആളുകൾക്ക്. ഇപ്പോൾ അണലി കടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ പെട്ടെന്ന് ജീവൻ രക്ഷാ മാർഗങ്ങളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ശരീരത്തിൽ കുറഞ്ഞ അതിൻ്റെ വിഷാംശം ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അധികം സോറിയാസിന്റെ വന്നതായിട്ട് പല അനുഭവങ്ങളുണ്ട്. സർ, അതുപോലെ തന്നെ ഈ സോറിയാസിന്റെ ചികിത്സ അത് വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മൾ സെന്റർ കൊടുക്കുന്നുണ്ട്. പിന്നീട് മറ്റുള്ള ത്വക്ക് രോഗങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ത്വക്ക് രോഗങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളിലേക്ക് എത്തുന്നത്? ഇവിടെ എല്ലാവിധ ത്വക്ക് രോഗങ്ങൾക്കും, സാധാരണ കുട്ടികളെ, പ്രായമായവര് എല്ലാവർക്കും മിക്ക ത്വക്ക് രോഗങ്ങൾക്കും വരാറുണ്ട്. ഇപ്പോൾ എക്സിമ, കുട്ടികളിൽ വരുന്ന കരപ്പൻ എന്ന് പറയുന്നത്, അങ്ങനെ എല്ലാ രോഗങ്ങൾക്കും വരാറുണ്ട്. എല്ലാ രോഗങ്ങൾക്കും അതിനുള്ള ട്രീറ്റ്മെന്റും വളരെ സക്സസ് ആണ്. ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഓരോ മരുന്നുകളുടെയും അതിൻ്റെയും ഒരു ക്വാളിറ്റി നമ്മുടെ ഈ ഒരു ചികിത്സാ വിജയത്തിന്റെ പ്രധാന ഘടകമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മരുന്നുകളുടെ നിർമ്മാണവും, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ എണ്ണകളും അല്ലെങ്കിൽ കഷായങ്ങളും ഒക്കെ നമ്മുടെ രോഗികൾക്ക് കൊടുക്കുന്നത്, അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? ഈ വക മരുന്നുകളെല്ലാം തന്നെ ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ ഞങ്ങളിവിടെ സ്ഥാപനത്തിൽ തയ്യാറാവുന്നതാണ്. ഒരു മരുന്നുകളും പുറമെ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന മരുന്നുകളില്ല. പിന്നെ കുറേ മരുന്നുകൾ ഇപ്പം ഞങ്ങൾ ഡ്രഗ് ലൈസൻസിലെ GMP അംഗീകാരത്തോടു കൂടി ഉണ്ടാക്കുന്നതായ കുറേ മരുന്നുകളുണ്ട്. ഞങ്ങളിവിടെ മൊത്തത്തിൽ ഇപ്പോൾ 100-110ഓളം മരുന്നുകൾ ഡ്രഗ് ലൈസൻസിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ പാരമ്പര്യ വിധി പ്രകാരം ഉണ്ടാക്കുന്നതായ കുറേ യോഗങ്ങളാണ് ഈ വക ചികിത്സക്ക് ഉപയോഗിക്കുന്നത്. സോറിയാസിസ്, മറ്റ് സ്കിന്നിൻ്റെ രോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും അമൃത അമൃത ഹെർബൽ പ്രൊഡക്ട്സ് അല്ലേ? ആയുർവേദിക് പ്രൊഡക്റ്റ്, അമൃത ആയുർവേദിക് പ്രൊഡക്റ്റിൽ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മാർക്കറ്റിൽ ലഭ്യമാകുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? മൂവിംഗ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10 പ്രൊപ്രൈറ്ററി മെഡിസിൻസിൽ 10 ഐറ്റംസ് ഉണ്ട്. ഈ 10 ഐറ്റംസും ഞങ്ങൾ സ്വന്തമായിട്ട് പ്രത്യേക യോഗത്തിൽ നിന്നെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് മിക്കതും സ്കിന്ന് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ളത് തന്നെയാണ്. അതിൽ ഹെയർ ഓയിലുണ്ട്, ഈ താരൻ മുടി കൊഴിച്ചിൽ ഇങ്ങനെയുള്ളതിനൊക്കെ അമൃത താരഹാരി എന്ന പേരിലൊന്നുണ്ട്. പിന്നെ കേശവർദ്ധ എന്ന പേരിലൊരു ഓയിലുണ്ട്, അതും ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ബേൺസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് വളരെ തീപ്പൊള്ളിയ വ്രണങ്ങൾ, മിക്ക ഇവിടെ മോഡേൺ മെഡിസിനിലൊക്കെ ഉണക്കാൻ പറ്റാത്തതായ വ്രണങ്ങൾ പോലും അത് വെച്ചാൽ ഉണങ്ങും. എത്രയോ അനുഭവമാണ്. ആണല്ലേ? അതൊക്കെ വളരെ മികച്ച റിസൾട്ടുള്ള ബേഡ്സ് ഔട്ടില്ല. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കേരളത്തിൽ ഇപ്പോൾ എവിടെയൊക്കെ ലഭ്യമാകുന്നുണ്ട്? കേരളത്തിൽ ഞങ്ങൾ കാര്യമായിട്ട് ഇപ്പം ഞങ്ങളെ ഈ സ്ഥാപനത്തിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. എങ്കിലും കുറച്ച് ഇവിടെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ ചെറിയ തോതിൽ ഇങ്ങനെ കുറച്ച് ഉണ്ടാവും. ചെറിയ തോതിൽ അതിങ്ങനെ അറിഞ്ഞ് ഓരോരുത്തർ ചോദിച്ചു കൊണ്ടുപോകുന്നതല്ല. ഞങ്ങളതുവരെ ഒരു പരസ്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു മേഖല എന്ന് പറയുന്നത്, ഈ ആയുർവേദിക് പ്രൊഡക്ഷൻ മേഖല എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം നമ്മുടെ ദിവസേന ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ ഏകദേശം ഈ ഒരു വടക്കൻ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിങ്ങനെ ഒരു പബ്ലിസിറ്റി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുന്നൊരു സംഭവമാണ്. തീർച്ചയായിട്ടും അത് എല്ലാ മേഖലകളിലേക്കും എത്തിക്കാനുള്ള ഒരു സാധ്യത തേടുക. അതുപോലെ തന്നെ അമൃത ആയുർവേദയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചികിത്സാ മേഖലയും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ മേഖലയും ഇത് രണ്ടും സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് നമ്മുടെ പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം മരുന്ന് നമ്മൾ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് ആ രോഗിയുടെ ആ രീതിക്ക് അനുസരിച്ചുള്ള മെഡിസിൻ ഉറപ്പുവരുത്താൻ പറ്റും. അതാണ് നമ്മുടെ ഈ രഹസ്യം. അത് തന്നെ. അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ മേഖലയിലേക്ക് തന്നെ കടന്നു വരാം. ഇനി നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണ്?
പൊതുവെ അമൃത ആയുർവേദിക് പ്രോഡക്ട്സ് എന്ന ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്നും ഞങ്ങളിപ്പോൾ പ്രൊപ്രൈറ്ററി മെഡിസിൻസ് ആയിട്ട് ഒരു 10 ഐറ്റംസ് പുറത്തിറക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ എല്ലാ ഭാഗത്തും എത്തിക്കണം എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കേരളത്തിലല്ല, കേരളത്തിന്റെ പുറത്തേക്കും ഇപ്പോഴും ചില ആളുകൾ ചില ആവശ്യത്തിന് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഗൾഫിലേക്ക് അത്യാവശ്യം ചില ആളുകൾ ഇവിടുന്ന് ഓർഡറായിട്ട് കൊണ്ടുപോകാറുണ്ട്. അതല്ലെങ്കിലും കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ ഷോപ്പുകളിലും എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ എത്തിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഡോക്ടേഴ്സായിട്ട് ഇപ്പോൾ നിലവിൽ 2 ഡോക്ടർമാരുണ്ട്. ഒന്ന് സെറീന അലി എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്, ജിൻസ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്. പിന്നെ മകൻ സൂരജ്, അവൻ BMS കോഴ്സ് കഴിഞ്ഞതാണ്. പിന്നെ രണ്ടാമത്തെ മകൻ ധീരജ്, അവൻ ക്വാളിറ്റി കൺട്രോളർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊതുവെ ജനങ്ങളെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും തീർച്ചയായിട്ടും അമൃതയുമായിട്ട് അവരെയും സപ്പോർട്ട് ചെയ്യാം. അമൃതയുടെ പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും, കേരളത്തിൻ്റെ എല്ലാ ഫാർമസികളിലും അമൃതയുടെ ഓരോ പ്രൊഡക്റ്റുകൾ എത്തുന്നതിന് വേണ്ടിയുള്ള വർക്കൗട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലേക്കും എത്തട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ഇനി നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ത്വക്ക് രോഗങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ പറയാം. പ്രധാനമായിട്ടും ത്വക്ക് രോഗങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ പെട്ടെന്ന് നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരിക്കും? അതെങ്ങനെയാണ് സാധാരണ ഒരു മനുഷ്യൻ അത് മനസ്സിലാക്കേണ്ടത്? എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങേണ്ട ആ ഒരു സമയം എപ്പോഴാണ്? സമയം ഇത് ആരോഗ്യത്തിൽ തന്നെ, അതായത് ഞാൻ മുന്നേ പറഞ്ഞ ഈ തല, ചെവിയുടെ ഭാഗം, ഈ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ തുടക്കം വരുന്നത്. അപ്പോൾ ചെറുതായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റാവുന്നതാണ്. പിന്നെ ഭക്ഷണത്തിൽ വളരെയധികം നിയന്ത്രണം അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മത്സ്യമാംസങ്ങൾ, ഏത് സ്കിന്നിൻ്റെ പ്രശ്നങ്ങളായാലും മത്സ്യമാംസങ്ങൾ അതിന് വളരെ വിരോധം തന്നെയായിട്ടാണ് കാണുന്നത്. മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കഴിഞ്ഞാൽ തന്നെ ഈ ചൊറിച്ചിലെല്ലാം വളരെയധികം കുറവുണ്ടായിരിക്കും. അതേപോലെ സോപ്പ് ഈ വക ത്വക്ക് രോഗങ്ങൾക്കെല്ലാം തന്നെ വിരോധമാണ്. സോപ്പ് ഉപയോഗിക്കാനേ പാടില്ല. ത്വക്ക് രോഗികൾ പൊതുവെ സോപ്പ് ഒഴിവാക്കുക. ഇപ്പം 100-ലധികം പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി അമൃത ആയുർവേദിക് പ്രൊഡക്ഷനിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും പെട്ടെന്ന് കുറച്ച് താങ്കളുടെ മനസ്സിലേക്ക് കൂടി എത്തുന്ന കുറച്ച് പ്രൊഡക്റ്റുകളുടെ പേര് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്കൊന്ന് അറിയുന്നതിന് വേണ്ടി എന്തൊക്കെ പറയാൻ പറ്റും? പൊതുവെ ഇപ്പോൾ ഇവിടെ പ്രചാരത്തിൽ നല്ലപോലെ ഓടിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു 10 ഐറ്റം. അത് ഒന്ന് താരഹാരി, കേശവർദ്ധ ഹെയർ ഓയില്, പിന്നെ ബേൺസ് ഔട്ട്, അലോപ്സെറ്റ് എന്ന് പറയുന്നത് ഈ കുഴിനകം, അലോപീസിയ, മുടിവട്ടം വെച്ചൊക്കെ പോകുന്ന പ്രശ്നം, കുഴിനകം, ചുണങ്ങ് ഇങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ സ്കിൻ മേറ്റ് എന്ന പേരിൽ വേറെ ഒന്നുണ്ട്, അത് സ്കിൻ ഡിസീസിൻ്റെതാണ്. സ്ക്രാച്ച് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. പിന്നെ മിസ്വാക്ക് എന്ന പേരിൽ ഒരു പൽപ്പൊടി ഇറക്കുന്നുണ്ട്, അതും ഇതേപോലെ തന്നെ നല്ല ഗുണനിലവാരമുള്ളതാണ്. പിന്നെ സ്കിനോൾ എന്ന് പറഞ്ഞിട്ട് അതാണ് സോറിയാസിസിനൊക്കെ കൊടുക്കുന്നതാണ് സ്കിനോൾ എന്ന് പറയുന്ന ഓയിൽ. ഇതൊക്കെ തന്നെയാണ് ഇപ്പം. അതുകൂടാതെ ഇപ്പം തൈലങ്ങളാണ് ഞങ്ങള്, തൈലങ്ങള്, ഗുളികകള് അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേദനയ്ക്കുള്ള തൈലങ്ങൾ, വേദനയ്ക്കുള്ളത് മറ്റേ ക്ലാസിക്കൽ മെഡിസിൻസ് ആയിട്ട് ഒരു 50ഓളം തൈലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗുളികകൾ ഒരു 30ഓളം ഗുളികകൾ ഉണ്ടാക്കുന്നുണ്ട്, ലേഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഇപ്പം കാര്യമായിട്ട് ഇവിടെ ഞങ്ങൾ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പുറത്തേക്ക് അങ്ങനെ പൊതുവെ അത്ര ഗുണനിലവാരത്തിലൊന്നും ഇപ്പം പുറത്തേക്ക് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, നമുക്കൊന്നും കിട്ടൂല. അതെ, നമ്മുടെ പേഷ്യൻസിനാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടും ഉണ്ടാവും, കൊടുക്കാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഓക്കെ. തീർച്ചയായിട്ടും നമ്മുടെ വിരുന്നിൻ്റെ ടൈമും ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മളുടെ പ്രേക്ഷകരോടായിട്ട് ഞാൻ ആദ്യം ചോദിച്ചത് തന്നെയാണ്, പല വലിയ ഹോസ്പിറ്റലുകളിൽ പോയി പരസ്യങ്ങൾ കണ്ടുപോയി ഒരുപാട് സാമ്പത്തികവും സമയവും വേസ്റ്റാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അധികവും നമ്മളിലേക്ക് എത്തുന്നത്. അവരോടായിട്ട് താങ്കൾക്ക് എന്താണ് കൊടുക്കാനുണ്ടോ, എന്താണ് പറയാനുള്ളത്, അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? പൊതുവെ ത്വക്ക് രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അമിതമായിട്ട് പണം ചെലവാക്കേണ്ട ഒരു ആവശ്യമൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ പല ആളുകളും പല സ്ഥലങ്ങളിലും പോയി 50,000 ലക്ഷങ്ങൾ കൊടുത്ത് എന്ന് പറഞ്ഞ് പലരും ഇവിടെ വരാറുണ്ട്. പക്ഷെ ഒരു കിടത്തി ചികിത്സൻ്റെ ആവശ്യമൊന്നും ത്വക്ക് രോഗ സംബന്ധമായ ഒന്നിലും ഞാൻ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല എനിക്ക്. അത് പൊതുവെ ആരംഭത്തിൽ തന്നെ രോഗം മനസ്സിലാക്കുക, അതിന് കൃത്യമായ ചികിത്സ തേടുക, അതാണ് അതിൻ്റെ വഴി.
വളരെയധികം സന്തോഷം സദാനന്ദൻ സാർ. അമൃത ആയുർവേദ വിശ്വവൈദ്യശാലയും അതുപോലെ തന്നെ അമൃത ആയുർവേദ പ്രൊഡക്റ്റും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ താങ്കളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന എന്താഗ്രഹിച്ചോ അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടിന് വേണ്ടിയാണോ അവരിവിടേക്ക് എത്തുന്നത് അവർക്കൊരു കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ, അമൃതയെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അമൃത ആയുർവേദിക് പ്രൊഡക്റ്റിൻ്റെ ഓരോ പ്രൊഡക്റ്റും കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരു പ്രൊഡക്റ്റ് എത്തട്ടെ, അതുപോലെ തന്നെ എല്ലാ ഷോപ്പുകളിലും നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിരുന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ധന്യമാക്കാൻ ഇത്രയും സമയം നമ്മളോട് സഹകരിച്ച മാനേജിംഗ് ഡയറക്ടർ അമൃത ആയുർവേദ ആൻഡ് വിശ്വവൈദ്യശാലയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സദാനന്ദ് സാറിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ.